പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ധന്വന്തരിയെ കുറിച്ചാണ്. അമൃതകലശം നേടാൻ സമുദ്രമഥനത്തിനു ദേവന്മാർ അസുരന്മാരുമായി കൂട്ടുകൂടി പാലാഴി കടഞ്ഞു കിട്ടിയ 14 രത്നങ്ങളിൽ ഒന്നായിരുന്നു ധന്വന്തരി. അമൃതകലശവുമായി ഉയർന്നു വന്ന ദേവന് അബ്ജൻ എന്ന പേരു കിട്ടി. അബ്ജന്റെ 2ാം അവതാരമായിരുന്നു കാശിരാജവംശത്തിലെ ധന്വന്റെ പുത്രനായ ധന്വന്തരി. മഹാവിഷ്ണുവിനോട് യജ്ഞഭാഗം കൽപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ച അബ്ജനോട് ഇനി പുതിയ ദേവനോ യജ്ഞഭാഗമോ സാധ്യമല്ലെന്ന് പറഞ്ഞ് മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ അബ്ജൻ പുനരവതരിപ്പിക്കുമെന്നും പ്രസിദ്ധ ആയുർവേദ ആചാര്യനാകുമെന്നും ആശ്വസിപ്പിച്ചു. ദ്വാപരയുഗത്തിൽ കാശിരാജ വംശത്തിൽ ധന്വന്തന് പുത്രനുണ്ടാവാത്തതിനാൽ അബ്ജനെ ആരാധിച്ചു. പ്രീതനായ അബ്ജൻ പുത്രനായി പിറന്ന് ധന്വനെ അനുഗ്രഹിച്ചു. ആ പുത്രന്റെ പേരാണ് ധന്വന്തരി. പ്രസിദ്ധ ആയുർവേദ ആചാര്യനായിരുന്ന ധന്വന്തരി ആയുർവേദത്തെ 8 ഭാഗങ്ങളായി തിരിച്ചു. സുശ്രുതനും ചരകനും ധന്വന്തരിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരാണ്. സുശ്രുതന് ധന്വന്തരി നൽകിയ ഉപദേശമാണ് ആയുർവേദമെന്നും നാം വിശ്വസിക്കുന്നു. വാൽമീകി രാമായണം, പുരാണങ്ങൾ എന്നിവയിലും ധന്വന്തരി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ധന്വന്തരിയുടെ സ്വന്തമായ ഗ്രന്ഥങ്ങൾ കാണപ്പെടുന്നില്ലെങ്കിലും ശിഷ്യനായ അഗ്നിവേശന്റെ ശിഷ്യൻ ചരകന്റെയും ശിഷ്യനായ സുശ്രുതന്റെയും സംഹിതകൾ നിലവിലുണ്ട്. വിക്രമാദിത്യ ചക്രവർത്തിയുടെ നവരത്നങ്ങളിലൊരാൾ ധന്വന്തരിയായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളൊന്നും നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. ധന്വന്തരി എന്നത് ഇന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ പര്യായമായി തീർന്നിരിക്കുന്നു. അനേകം ക്ഷേത്രങ്ങളും മന്ത്രങ്ങളും സ്ഥാപനങ്ങളും ധന്വന്തരിയുടെ പേരിലുണ്ട്. ശ്രേഷ്ഠരായ വൈദ്യന്മാർ ഇന്ന് ധന്വന്തരി എന്ന ബിരുദത്താൽ അറിയപ്പെടുന്നു. ഉത്തരഭാരതത്തിൽ ധന്വന്തരി ജയന്തിയാണ് ധൻതേരസ്, ദീപാവലിക്ക് തൊട്ടു മുമ്പ് ആഘോഷിക്കുന്നത് എന്നറിയുക. ആ ധന്വന്തരിയെ ഏകാത്മതാ സ്തോത്രത്തിൽ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.